നോമ്പിൻ്റെ ഒന്നാമത്തെ വ്യാഴാഴ്ച സന്ധ്യയ്ക്കും പ്രഭാതത്തിനും വായിക്കേണ്ട സുവിശേഷ വേദഭാഗം വായിക്കാൻ നമുക്ക് എഴുന്നേൽക്കാം. പുസ്തകങ്ങളൊക്കെ എടുക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7 അധ്യായം 1 മുതൽ 27 വരെയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7 അധ്യായം 1 മുതൽ 27 വരെ. യേശു അരുൾ ചെയ്തു, നിങ്ങൾ വിധിക്കപ്പെടാതെ ഇരിക്കുവാൻ നിങ്ങളും വിധിക്കരുത്. നിങ്ങൾ മറ്റുള്ളവരെ വിധിക്കുന്ന പ്രകാരം ദൈവം നിങ്ങളെയും വിധിക്കും. നിങ്ങൾ അളക്കുന്ന അളവിന് പ്രകാരം നിങ്ങൾക്ക് അളന്നു കിട്ടും. നിങ്ങൾ സ്വന്തം കണ്ണിലെ കോൽ നോക്കാതെ സഹോദരന്റെ കണ്ണിലെ കരട് നോക്കുന്നത് എന്ത്? സ്വന്തം കണ്ണിൽ കോലിരിക്കുമ്പോൾ സഹോദരനോട് നിന്റെ കണ്ണിൽ നിന്ന് കരട് എടുത്തു കളയട്ടെ എന്ന് പറയുന്നത് എന്ത്? കപടഭക്തരെ, ആദ്യം സ്വന്തം കണ്ണിൽ നിന്ന് കോൽ എടുത്തു കളയുക, അപ്പോൾ സഹോദരന്റെ കണ്ണിൽ നിന്ന് കരട് എടുത്തു കളയാൻ നിങ്ങൾക്ക് സ്പഷ്ടമായ കാഴ്ചയുണ്ടാകും. നിങ്ങൾ പരിശുദ്ധ വസ്തു നായ്ക്കൾക്ക് കൊടുക്കരുത്. നിങ്ങളുടെ മുത്തുകൾ പന്നികളുടെ മുമ്പിൽ ഇടുകയും അരുത്. അവ അത് ചവിട്ടുകയും തിരിഞ്ഞ് നിങ്ങളെ ചീന്തിക്കളയുകയും ചെയ്യും. യാചിപ്പീൻ, നിങ്ങൾക്ക് ലഭിക്കും. അന്വേഷിപ്പീൻ, നിങ്ങൾ കണ്ടെത്തും. മുട്ടുവീൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടും. എന്തെന്നാൽ യാചിക്കുന്നവന് ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കപ്പെടുകയും ചെയ്യുന്നു. മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുന്നവൻ നിങ്ങളിൽ ആരുണ്ട്? മീൻ ചോദിച്ചാൽ അവന് പാമ്പിനെ കൊടുക്കുമോ? മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കുവാൻ ദോഷികളായ നിങ്ങൾക്ക് അറിയാം എങ്കിൽ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് എത്രയധികം നന്മകൾ നൽകും. മനുഷ്യർ നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അപ്രകാരം തന്നെ നിങ്ങളും അവർക്ക് ചെയ്യുവീൻ. ന്യായപ്രമാണവും പ്രവാചകന്മാരും ഇത് തന്നെയാകുന്നു എന്ന് പറയുന്നത്. യേശു അരുൾ ചെയ്തു, ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവീൻ. എന്തെന്നാൽ നാശത്തിലേക്ക് ഉള്ള വാതിൽ വീതിയുള്ളതും വഴി വിശാലവുമാകുന്നു, അതിൽ കൂടി പോകുന്നവർ അനേകരുമാകുന്നു. ജീവനിലേക്കുള്ള വാതിൽ എത്രയോ വീതി കുറഞ്ഞതും വഴി ഇടുങ്ങിയതുമാകുന്നു, അത് കണ്ടെത്തുന്നവർ ചുരുക്കമാകുന്നു. കുഞ്ഞാടുകളുടെ വേഷത്തിൽ നിങ്ങളെ അടുത്ത് വരുന്ന കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുകയും അകമേ അവർ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാകുന്നു. അവരുടെ ഫലം കൊണ്ട് നിങ്ങൾ അവരെ തിരിച്ചറിയണം. മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴങ്ങളോ ഞെരിഞ്ഞിലിൽ നിന്ന് അത്തിപ്പഴമോ ലഭിക്കാറില്ല. നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലങ്ങൾ കായ്ക്കുന്നു, ചീത്ത വൃക്ഷങ്ങൾ ചീത്ത ഫലങ്ങളും കായ്ക്കുന്നു. നല്ല വൃക്ഷത്തിൽ ചീത്ത ഫലങ്ങൾ കായ്ക്കുന്നതെന്തിന്? ഫലങ്ങൾ കായ്ക്കുന്നതിനും ചീത്ത വൃക്ഷത്തിൽ നല്ല ഫലങ്ങൾ കായ്ക്കുന്നതിനും കഴിയുകയില്ല. നല്ല ഫലങ്ങൾ കായ്ക്കാത്ത സകല വൃക്ഷവും വെട്ടി തീയിലിടും. അതുകൊണ്ട് അവരുടെ ഫലങ്ങളാൽ അവരുടെ ഫലങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് അവരെ തിരിച്ചറിയുകയുള്ളൂവീൻ. കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല, സ്വർഗസ്വനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്. ആ ദിവസം പലരും എന്നോട് കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പറയും. അപ്പോൾ ഞാൻ അവരോട്, അധർമ്മം പ്രവർത്തിക്കുന്നവരെ, ഞാൻ നിങ്ങളെ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുകയെന്ന് തീർത്ത് പറയും. അതിനാൽ എൻ്റെ ഈ വചനങ്ങൾ കേട്ട് അപ്രകാരം പ്രവർത്തിക്കുന്നവരൊക്കെയും തൻ്റെ ഭവനം പാറമേൽപ്പെടുന്ന ബുദ്ധിമാനായ മനുഷ്യനോട് തുല്യനായിരിക്കും. മഴ പെയ്യുകയും നദികൾ പൊങ്ങുകയും നദികൾ ഒഴുകുകയും കാറ്റ് ഊതുകയും അവ ആ ഭവനത്തിന്മേലടിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനം പാറമേൽ ആയതിനാൽ അത് വീണില്ല. എൻ്റെ ഈ വചനങ്ങളെ കേട്ട് അപ്രകാരം പ്രവർത്തിക്കാത്തവരൊക്കെയും മണൽപ്പുറത്ത് തൻ്റെ ഭവനം പണിയിച്ച ഭോഷനായ മനുഷ്യനോട് തുല്യനായിരിക്കും. മഴ പെയ്യുകയും നദികൾ ഒഴുകുകയും കാറ്റ് ഊതുകയും അവ ആ ഭവനത്തിന്മേലടിക്കുകയും ചെയ്തു. അത് വീണു. അതിൻ്റെ വീഴ്ച വലിയതായിരുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധി ഉണ്ടായിരിക്കട്ടെ. തിരിച്ചാണ് നമ്മളെ വിജയത്തിലേക്ക് നയിക്കേണ്ട അനുഗ്രഹകരമായ 50 നോമ്പിൻ്റെ 4-ാം ദിവസത്തിൽ നമ്മളെ എത്തിച്ച കർത്താവിന് നന്ദി പറയാം.
തിങ്കളും ചൊവ്വായും ബുധനും നോയമ്പെടുത്ത ശേഷം 4-ാം ദിവസം രാവിലെ നമ്മൾ ദൈവസന്നിധിയിൽ വന്നിരിക്കുമ്പോൾ സന്ധ്യ മുതൽ പ്രഭാതം വരെ വായിക്കേണ്ട വേദഭാഗങ്ങൾ നമ്മൾ വായിച്ചു കഴിഞ്ഞു. സ്വയപരിശോധനയ്ക്കായിട്ട് ഈ വേദഭാഗങ്ങൾ നമുക്ക് ഉതകട്ടെ. നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് കേട്ടതായ എല്ലാ തിരുവചനങ്ങളെയും ഇടയോർത്ത് ചിന്തിക്കുക. നമ്മുടെ പിതാക്കന്മാരെ ദൈവം സഹായിച്ചതുപോലെ നമ്മളെ സഹായിക്കുക. നമ്മൾ ഇന്ന് വായിച്ചു കേട്ടതായ തിരുവചനങ്ങളിൽ ഇണവാക്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ വെച്ച് ഇണചേരുമ്പോൾ നമ്മുടെ ഹൃദയം വികസിച്ച് സമുദ്രം പോലെയായി സമാധാനം പോലെയുള്ള സമാധാന നദി നമ്മുടെ ഉള്ളിലേക്ക് ഒഴുകി വരുവാൻ, അത് 1000 തലമുറയ്ക്ക് വരെ ഒഴുകി മുമ്പോട്ട് പോകുവാൻ, അതുപോലെ ആദാമിൻ്റെ കാലം മുതലുള്ള നമ്മുടെ പൂർവികർക്കും ആശ്വാസം കിട്ടുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾക്ക് ഇന്ന് തിരുസന്നിധിയിൽ വരുവാനും വചനം കേൾക്കുവാനും പ്രാർത്ഥിക്കുവാനും കൂട്ടായ്മ ആചരിപ്പാനും മധ്യസ്ഥ പ്രാർത്ഥന നടത്താനും ഒക്കെ എല്ലാം തന്നിരിക്കുന്ന ഈ നല്ല അവസരത്തിന് ഞാൻ നന്ദി പറയുന്നു. നോയമ്പ് ആചരിച്ച് കഴിയുന്ന എല്ലാ ഞങ്ങളുടെ സഹോദരങ്ങളെ ഓർക്കുന്നു. നോമ്പെടുക്കാൻ സാധിക്കാതെ വെള്ളം കിട്ടാതെ പോയി വിഷമിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഞങ്ങളുടെ നോമ്പ് ആചരിപ്പാൻ വന്നിരിക്കുന്നതിനെ ഓർത്തേണ്ടതിനെ സ്തുതിക്കുന്നു. അങ്ങനെ വാങ്ങിപ്പോയവരും ഭൂമിയിലായവരും പ്രദേശായാലും എല്ലാവരും ഒന്നിച്ചു ചേരുന്ന ഈ സമയത്ത് ഞങ്ങളുടെ അനുഭവങ്ങൾ, ഞങ്ങളുടെ നേട്ടങ്ങൾ പങ്കിടുവാനും കോട്ടങ്ങളുള്ളവർക്ക് അത് പരിഹരിപ്പാൻ ഞങ്ങളുടെ കൂട്ടായ്മയും ഞങ്ങളുടെ സഹായം ഉതകുവാനും ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്ന് രോഗികളായി ലോകത്തിലുള്ള ആശുപത്രികളിൽ കഴിയുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു. ജയിൽ പുള്ളികളായി കാരാഗ്രഹങ്ങളിൽ കഴിയുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു. ഭൂമിയിലും പാതാളത്തിലും മറ്റു പലയിടങ്ങളിലുമായി ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന അനേകരുണ്ടല്ലോ. അവരെയും കൂടി ആശ്വസിപ്പിക്കുവാനാണല്ലോ കർത്താവ് ഭൂമിയിൽ വന്നത്. സകല ജാതി മതസ്ഥർക്ക് വേണ്ടി കർത്താവ് തന്നെ ജീവൻ കൊടുത്തതിനെ ഓർത്തതിനെ സ്തുതിക്കുന്നു. അവർക്കൊക്കെയും നിത്യജീവൻ കൊടുക്കുവാനുള്ള വഴിയും സത്യവും ജീവനുമായി അവിടുന്ന് അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയായ ലോകത്തിൽ അവതരിച്ചത് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ ഈ വർഷത്തെ നോയമ്പ് ഞങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിലെ പരാജയങ്ങളെ വിജയത്തിൻ്റെ ചവിട്ടുപടികളാക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിൻ്റെ സ്തോത്രം പാടിയ പൗലോസ്ലീഹായോടൊപ്പം ഞങ്ങൾക്കും വിജയം വേണം. ഞങ്ങളുടെ പരാജയങ്ങളിൽ നിന്ന് വിജയത്തിൻ്റെ പാഠങ്ങൾ പഠിച്ച് തോറ്റവരെയൊക്കെ ജയിപ്പിക്കുവാൻ കൃപായുഗം നീട്ടി തന്ന് ഞങ്ങളെ ഇതുവരെ എത്തിച്ചതിൻ്റെ കണ്ണിക്കായി ശ്രമിക്കുന്നു. എന്നീ ദേവാലയത്തിൽ വന്നിരിക്കുന്നവരെ പേരുവരായി തിരുമ്പ സമർപ്പിക്കുന്നു. മുറിവേറ്റവരും ചതിവേറ്റവരും ഇവിടെ ഉണ്ടെന്നുള്ളതിന് നീ ഞങ്ങളെ അറിയിച്ചതാണെന്ന് പറയുന്നു. ഞങ്ങളുടെ ജീവിതയാത്രയിൽ, ഞങ്ങളുടെ യുദ്ധങ്ങൾക്കിടയിൽ, ഞങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെയും സഭാജീവിതത്തിൻ്റെയും സാമൂഹ്യ ജീവിതത്തിൻ്റെ ഇടയിൽ പ്രതീക്ഷിക്കാത്ത തരത്തിൽ മുറിവുകളും ചതവുകളും ഞങ്ങൾക്കുണ്ടായി. നീ അത് കണ്ടുകൊണ്ടിരിക്കുന്നു. അതിനെ നന്മയ്ക്കാക്കി തീർക്കുവാൻ തക്കണം ദൈവവിളിബോധവും ദൈവസ്നേഹവും എന്നുള്ളത് ഞങ്ങൾക്ക് തരുന്നത് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങൾക്ക് ഇന്ന് ഞങ്ങളോട് പ്രാർത്ഥനയിൽ ഓർക്കാൻ ആവശ്യപ്പെട്ട അനേക വിഷയങ്ങളുണ്ട്. അവരെല്ലാവരെയും അതിനെല്ലാം തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. ഞങ്ങൾ ചെയ്തു പോരേണ്ടതിന് മുന്നിരിക്കുക സൽപ്രവൃത്തികളുണ്ടല്ലോ, അവ പലതും ചെയ്യാതെ വിട്ടുപോയത് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾക്കിനിയും ശേഷിച്ചിരിക്കുന്ന സമയം എല്ലാ കുടിശ്ശിക ജോലികളും തീർത്ത് ജന്മസാഫല്യം അടഞ്ഞിട്ട് അങ്ങനെ നിവൃത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ വേല തികച്ച് ഞങ്ങളുടെ പ്രാണനെ മുഴുവൻ കർത്താവിൻ്റെ ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ആ ഉയർത്തെഴുന്നേറ്റ ശരീരത്തിൻ്റെ ഉള്ളിൽ എത്തിച്ചിട്ട് കർത്താവിൻ്റെ കല്യാണ ദിവസം കർത്താവ് മണവാട്ടി സഭയെ പൂർത്തീകരിച്ച് സൃഷ്ടിച്ച് വെളിയിൽ കൊണ്ടുവരുമ്പോൾ ഞങ്ങളും ആ കൂട്ടത്തിലുണ്ടായിരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനാവശ്യമായ കൃപകളും കൃപാവരങ്ങളിൽ നിന്ന് ഞങ്ങളെ വഴി നടത്തണമെന്ന് യേശുവിന്റെ നാമത്തിൽ യാചിക്കുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിക്കുവാനായിട്ട് തന്നെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ ലോകമോ അരികിലും സുഖവും നല്ല ശാന്തിയാകും ലോകമോ അരികിൽ
വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ ഗിരിപ്രഭാഷണം സമാഹരിക്കുന്ന സമയം പറഞ്ഞ ഒരു കാര്യം നമ്മുടെ സ്വയപരിശോധനയ്ക്കായിട്ട് ഉപയോഗിക്കുകയാണ്. നമ്മൾ ഇത്രയും നാളത്തെ വേദപുസ്തക വായന, ധ്യാനം, പഠനം, ആരാധന, സഭാജീവിതം മുതലായതുകൊണ്ട് നമ്മുടെ പരിശുദ്ധാത്മാവിൻ്റെ കുടിയിരിപ്പിൻ്റെ ഭവനം പണി എത്രത്തോളമായി, മാമോദീസായിൽ കല്ലിട്ട് പണി ആരംഭിച്ചതായ നമ്മുടെ ഭവനം പണി ഇന്ന് എത്രത്തോളമായി, അത് നമ്മുടെ ഈ ജീവിതമാകുന്ന ഭവനം പണി എവിടെയായിരുന്നു ചെയ്തത്, നമ്മുടെ പണികൾ പാഴായി പോകുമോ എന്നുള്ളൊരു ചോദ്യം ഇന്നത്തെ വേദഭാഗത്തിനകത്തുണ്ട്. കർത്താവിൻ്റെ ഗിരിപ്രഭാഷണം സമാഹരിക്കുമ്പോൾ നശിച്ചു പോകുന്ന, വെള്ളപ്പൊക്കത്തിൽ നശിച്ചു പോകുന്ന ഒരു വീടിൻ്റെയും വെള്ളപ്പൊക്കത്തിൻ്റെ എല്ലാ കുത്തൊഴുക്കുകളെയും അതിജീവിക്കുന്ന പാറമേൽ പണിത ഒരു വീടിൻ്റെ കാര്യവും ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 13-നും 27-നും ഇടയിലുള്ള വേദഭാഗമാണ് ഇന്ന് പ്രഭാതത്തിൽ വായിക്കേണ്ടിയിരുന്നത്. അത് നമ്മൾ വായിച്ചു. എൻ്റെ ഈ വചനങ്ങൾ കേട്ട് അപ്രകാരം പ്രവർത്തിക്കുന്ന അവരൊക്കെ തൻ്റെ ഭവനം പാറമേൽ പണിത ബുദ്ധിമാനായ മനുഷ്യനോട് തുല്യനായിരിക്കും. നമ്മുടെ ഇതുവരെയുള്ള ആ ജീവിതം പാറമേൽ പണിത വീട് പോലെയാണോ, അതോ മണലിൻ്റെ മേൽ വീട് പണിത ആ പാഴ്പണി ചെയ്തവരെ പോലെയാണോ എന്ന് പരിശോധിക്കുക. എൻ്റെ ഈ വചനങ്ങൾ കേട്ട് അപ്രകാരം പ്രവർത്തിക്കാതിരിക്കുകയും മണലും പുറത്ത് തന്റെ ഭവനം പണിയിച്ച ഭോഷനായ മനുഷ്യനോട് തുല്യനായിരിക്കും. മഴ പെയ്യുകയും നദികൾ ഒഴുകുകയും കാറ്റൂതുകയും അവ ഭവനത്തിൽ അടിക്കുകയും ചെയ്തു, അത് വീണു. അതിൻ്റെ വീഴ്ച വലിയതുമായിരുന്നു. അങ്ങനെ ഒരു വലിയ വീഴ്ച വരുന്ന തക്ക തരത്തിലാണ് നമ്മുടെ ഇതുവരെയുള്ള പണി. ഈ ഉപമയുടെ സാരം ഗ്രഹിക്കുവാൻ ഇത് പറഞ്ഞ കർത്താവിൻ്റെ അതേ ആത്മാവിലേക്ക് നമ്മുടെ ബോധവിചാരഹൃദയ മണ്ഡലം ഉയർത്തേണ്ടിയിരിക്കുന്നു. നമ്മൾ എത്ര വായിച്ചാലും എത്ര പഠിച്ചാലും തീരാത്തവണ്ണം വളരെ ആഴമുള്ളതാണ് ഈ തിരുവചനങ്ങളെല്ലാം. 20-21 നൂറ്റാണ്ടുകളായിട്ട് എത്രയോ വേദശാസ്ത്രജ്ഞന്മാർ തലപോഞ്ഞ് ആലോചിച്ച് പ്രാർത്ഥിച്ച് വെളിപ്പാടുകൾ നൽകിയിട്ടും ഇനിയും കിടക്കുകയാണ്. അങ്ങനെ മുദ്ര പൊട്ടി തിരുവചനത്തിൻ്റെ മർമ്മങ്ങൾ ഇങ്ങനെ വെളിപ്പെട്ട് വന്നുകൊണ്ടിരിക്കുക. അന്ത്യകാലത്ത് മാത്രം വെളിപ്പെടുന്ന മർമ്മങ്ങൾ ഇതിനകത്തും കിടക്കുന്നു. അതുകൊണ്ട് എത്ര വായിച്ചാലും അതിൽപ്പെട്ടായി പോവുകയില്ല. നമുക്ക് ഒരു മുൻവിധിയുമില്ലാതെ ഇന്ന് വെളിപ്പെടുന്നതായ മർമ്മങ്ങൾ എന്തൊക്കെയാണ്. ഇന്നിവിടെ വന്നിരിക്കുന്നവരുണ്ട്, വെബ്സൈറ്റിലൂടെ ഈ സന്ദേശം കേൾക്കാനിരിക്കുന്നവരുണ്ട്. അങ്ങനെ സംഗീത ഭവനത്തിലെ വെബ്സൈറ്റിലൂടെ ഈ തിരുവചനം ഇതുവരെ കേട്ട എല്ലാവരെയും നമ്മൾ പ്രാർത്ഥിക്കാം. അതിൻ്റെ വാക്ക് കേൾക്കാൻ കാത്തിരിക്കുന്നവരെ നമുക്ക് ദൈവം സമർപ്പിക്കാം. അങ്ങനെ ഇവിടെ വന്നവരും വന്നുകൊണ്ടിരിക്കുന്നവരും വരാനിരിക്കുന്നവരും ഇനി ഈ പല മാധ്യമങ്ങളിലൂടെ ഈ സന്ദേശം കേൾക്കാനിരിക്കുന്നവരുമായ എല്ലാവരെയും ദൈവസേനയിൽ സമർപ്പിച്ചുകൊണ്ട് അവർക്കെല്ലാം മനസ്സിലാകുന്ന തരത്തിൽ അവരുടെ ആന്തരികവും ബാഹ്യവുമായ പഞ്ചേന്ദ്രിയങ്ങൾ സജീവമായി കേൾക്കേണ്ടത് കേൾക്കുവാനും അറിയേണ്ടത് അറിയാനും പറ്റിയ വിധത്തിൽ നമ്മുടെ ഗ്രഹണേന്ദ്രിയങ്ങൾ സജീവമാകുവാനും നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളിതാ ഈ തിരുവചനത്തിന് മുമ്പിലിരിക്കുന്നു. ഞങ്ങൾ ഇതുവരെയുള്ളതായ വീടുപണി പാഴാക്കുന്ന എന്തെല്ലാം കാര്യങ്ങൾ ഞങ്ങളിലുണ്ട് എന്ന് നിങ്ങൾ വ്യാകുലതയോടെ, ഭയത്തോടെ, ആകാംക്ഷയോടെ അന്വേഷിക്കുകയാണ്. ഞങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ഒരു വലിയ വെള്ളപ്പൊക്കം വരാൻ പോകുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ നാശങ്ങളുടെ വലിയ കൊടുങ്കാറ്റുകൾ, സുനാമി പോലെയുള്ള വലിയ ഭൂകമ്പത്തോടുകൂടിയ വലിയ നാശനഷ്ടങ്ങൾ വരാൻ പോകുന്ന സാഹചര്യത്തിൽ അതിനെല്ലാം പിടിച്ചു നിൽക്കുവാൻ പറ്റിയ തരത്തിൽ അങ്ങനെ അവസാനത്തോടെ സഹിച്ചു നിൽക്കുന്നവർ മാത്രം രക്ഷപ്പെടുമെന്ന് പറഞ്ഞ വചനപ്രകാരം ഞങ്ങൾക്ക് അവസാനത്തെ അഗ്നിശോധനയോടെ, അവസാനത്തെ പരീക്ഷയോടെ ജയിക്കാൻ പറ്റിയ വിധത്തിൽ ഉള്ള സഹനശക്തി ഞങ്ങൾക്ക് വേണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അന്ത്യകാലത്തിലെത്തിയിരിക്കുന്നു. ഞങ്ങളുടെ അവസാനം വരെയുള്ള സഹനം കൊണ്ട് മാത്രം ഞങ്ങൾക്ക് കിട്ടുന്ന പല നേട്ടങ്ങളുണ്ടെന്ന് ഞങ്ങളെ പഠിപ്പിച്ചാണ് നന്ദി പറയുന്നു. ഈ അവസാനം വരെ പിടിച്ചു നിൽക്കുവാനുള്ള ശക്തി സംഭരിക്കുവാൻ നിങ്ങൾക്ക് തരുന്ന ഈ നല്ല കൃപായുഗത്തിലെ അവസരങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. വന്നിരിക്കുന്നവരോട് കരുണയുണ്ടാകണം. ഞങ്ങളുടെ ജീവിതം പാറമേൽ പണിത വീട് പോലെ ആകുന്നത് എങ്ങനെയാണ്? ആ പാറ ഏതാണ്? ഞങ്ങളുടെ ജീവിതം മണലിന്മേൽ പണിത ആ ഭോഷ്ടത്വം ഞങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയെല്ലാമാണ് വരുന്നത്?
ഈ കാര്യം മനസ്സിലാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ തിരുവചനത്തിലേക്ക് ഞങ്ങളുടെ ശ്രദ്ധ വീണ്ടും തിരിക്കുന്നു. കർത്താവിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ ഈ ഗിരികി പ്രഭാഷണത്തിൽ നമ്മളിപ്പോൾ വായിച്ചതായ ഈ വീട് പണിയുന്ന കാര്യം പറയുന്നതിന് തൊട്ട് മുമ്പ് പറയുന്നൊരു കാര്യം ഇത് പഠിക്കുന്നതിന് സഹായകരമാണ്. നമ്മുടെ പാഴ്വേലകൾ ഏതെല്ലാമാണ് എന്ന് അന്നേരം അറിയാനൊക്കുകയില്ല, ഭാവിയിൽ അറിയാനൊക്കെ ഉള്ളതാണ്. കാരണം മണലിന്മേൽ വീട് പണിയുന്നവർക്ക് ആ മണൽ കണ്ടാൽ ഉറപ്പുള്ളതാണെന്ന് തോന്നും. പക്ഷെ വെള്ളപ്പൊക്കം വരുമ്പോഴേ അടിയിലോട്ടത് ഉറപ്പില്ലാത്ത പൊടിമണ്ണ് അതിൻ്റെ അടിയിലുണ്ടെന്നും അതിൻ്റെ അടിയിൽ നിലനിൽക്കാൻ കഴിയാത്ത പല കാര്യങ്ങളുണ്ടെന്നുള്ളത് ഒരു വെള്ളപ്പൊക്കം വന്നാലേ അറിയുള്ളൂ. വീട് പണിയാൻ നേരത്തെ നോക്കി നല്ലൊരു ഉറച്ചു കിടക്കുന്ന ഒരു സ്ഥലമായിട്ട് തോന്നും. നിത്യ ഉപയോഗം കൊണ്ട് മണലാണെങ്കിലും മണ്ണാണെങ്കിലും കല്ലുപോലെ ഉറച്ച സ്ഥലങ്ങളുണ്ട്. കണ്ടാത്തൊന്നും ഇവിടെയും കൊണ്ടുവന്നാൽ എന്താ? പക്ഷെങ്കിൽ വെള്ളപ്പൊക്കം വരുമ്പോൾ മാത്രമേ അതിൻ്റെ അടിയിലോട്ട് അത് ഉറപ്പില്ലാത്തതാണെന്ന് തിരിച്ചറിയുകയുള്ളൂ. അന്നേരം അറിഞ്ഞിട്ട് പ്രയോജനമില്ല, അന്നേരം വീട് പോയിരിക്കുകയും ചെയ്യും. നമ്മുടെ ഇന്നത്തെ വേലകളിൽ പാറ കണ്ടെത്താത്ത വേലകൾ ഏതെല്ലാമാണ്? പാറ കണ്ടെത്തി പാറയിൽ നിന്നല്ലാത്ത പണികൾ ഏതെല്ലാമാണ്? അവസാനം മാത്രം പാറയില്ലാത്തതാണെന്ന് വെളിപ്പെടുന്ന ഭോഷത്വം നമുക്കിപ്പോഴുണ്ടോ? അതാ പരിശോധിക്കേണ്ടത്. കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പും ദൈവ ഇഷ്ടം തിരിച്ചറിയുന്നതിൽ നമ്മൾ വിജയിക്കുന്നുണ്ടോ? അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിലാണ് നമുക്ക് ഭോഷത്വം വരുന്നത്. ദൈവ ഇഷ്ടവും നമ്മുടെ ഇഷ്ടവും തമ്മിൽ ഇതുമാത്രം അകലമുണ്ട് എന്നുള്ള കാര്യം യെശയ്യാ 55 നമ്മൾ വായിച്ചിട്ടുണ്ട്. നമ്മൾ നിർഭാഗ്യവശാൽ നമ്മുടെ ഇഷ്ടങ്ങൾ ദൈവ ഇഷ്ടമാക്കാൻ വിഫല ശ്രമം നടത്തുന്നവരുമാണ്. നമ്മളെല്ലാം ഈഗോ സെൻട്രിക്കാണ്, സെൽഫ് സെൻറ്റേർഡാണ്. ജന്മനാ തന്നെ നമ്മൾ സ്വാർത്ഥരാണ്. സ്വയത്തെ കേന്ദ്രമാക്കിയ ജീവിതമാണ് നമ്മുടേത്. അങ്ങനെ നമുക്ക് വളരാനൊക്കെ ഉള്ളൂ. അതുകൊണ്ട് നമ്മളെ സ്വാർത്ഥരായിട്ടാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. അതെന്തിനാ? വളർച്ച പൂർത്തിയാകാൻ വേണ്ടിയാണ്. വളർന്നതിന് ശേഷം നമ്മൾ നിസ്വാർത്ഥരാകണം. വളർന്നതിന് ശേഷം നമ്മൾ ആരാൽ സൃഷ്ടിക്കപ്പെട്ടു, എന്തിനു സൃഷ്ടിക്കപ്പെട്ടു, എന്താ നമ്മളെക്കുള്ള ഉദ്ദേശം മനസ്സിലാക്കി സൃഷ്ടാവിനെ നമ്മൾ ഏൽപ്പിക്കണം. വളർച്ച ആകുന്ന സമയം കഴിഞ്ഞിട്ടും അതിനുള്ള സൗകര്യങ്ങളെല്ലാം നമുക്ക് കിട്ടിയിട്ടും നമ്മൾ ഉടയക്കാരനെ നമ്മളെ ഏൽപ്പിച്ച് ഉടയക്കാരൻ്റെ കാര്യത്തിന് ഉപയോഗിക്കുന്നില്ല എങ്കിൽ നമ്മൾ പാഴ്പണിയാണ് ചെയ്യുന്നത്. നമ്മുടെ ജീവിതം നഷ്ടപ്പെട്ടു പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജന്മന നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു സ്വഭാവമാണ് എല്ലാം എനിക്ക്, എല്ലാം എൻ്റേത്, എല്ലാവരും എനിക്ക് വേണ്ടി. ഇങ്ങനെയൊരു ധാരണ നമ്മുടെ അടിമനസ്സിൽ കിടപ്പുണ്ട്. അങ്ങനെ നമുക്ക് വളരാനൊക്കെ ഉള്ളൂ. നിസ്വാർത്ഥത എന്ന് പറയുന്നത് ഗർഭത്തിൽ വെച്ച് കിട്ടിയാൽ ആ കൊച്ചു ചത്തുപോകും. എനിക്ക് ജീവിക്കണം, അമ്മ വളർന്നാലും വേണ്ടില്ല, അമ്മ ചർപ്പിച്ചാലും വേണ്ടി എനിക്ക് ജീവിക്കാം. കൊച്ചിൻ്റെ മനോഭാവം ഒരു കൊച്ചങ്ങോട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ എനിക്ക് ജീവിക്കണം ജീവിക്കണം ജീവിക്കണം, എനിക്ക് വളരണം. അതുകൊണ്ട് അമ്മയുടെ ഉദരത്തിൽ അള്ളി പിടിച്ച് കിടന്ന് പൊക്കിൾ തണ്ട് വഴി അമ്മയുടെ രക്തം മുഴുവൻ വലിച്ചങ്ങ് എടുക്കുക. അമ്മയ്ക്ക് ചെയ്യണമുണ്ടോന്ന് ആ കൊച്ചിന് നോക്കേണ്ട കാര്യമില്ല. അതൊരു വിഷയമേ അല്ല. എന്താ, കുറെ കഴിയുമ്പോൾ കാലും കൈക്ക് നീര് വെക്കും, നമുക്ക് ക്ഷീണമാണ്, ഛർദ്ദിലുണ്ട്, തളർച്ചയുണ്ട്. അതൊന്നും ഈ കൊച്ചറിയുന്നില്ല. നമ്മളെ വഹിച്ചുകൊണ്ട് നമ്മുടെ അപ്പനും അമ്മയും എന്തെല്ലാം കഷ്ടപ്പെടുന്നു നമുക്ക് വല്ല ബോധമുണ്ടോ? നമ്മുടെ അമ്മ നമ്മളെ വഹിച്ചുകൊണ്ട് ഇതിലെല്ലാം പോയി എന്തുമാത്രം സങ്കടപ്പെട്ടു, എന്തുമാത്രം ദുഃഖിച്ചു, ആരും നോക്കാനില്ല, എത്ര പേര് വിഷമിച്ചു. ചന്ദ്രൻ്റെ ഇടയിൽ ഒന്ന് തിരുമ്മി കൊടുക്കാനാവില്ല, എത്ര വിഷമിച്ച് സങ്കടപ്പെട്ട് കാണും. ഇങ്ങനെയൊക്കെ നമ്മൾ സ്വാർത്ഥരായി നമ്മുടെ അപ്പനെയും അമ്മയും നമ്മുടെ സഹോദരൻ വീടിനെ ശരിക്കും ചൂഷണം ചെയ്തു തരാം. അത് പിതാവ് അനുവദിച്ച് നീ അങ്ങ് ജീവിച്ചോ എന്ന് പറഞ്ഞ് ഇങ്ങനെ നമ്മളെല്ലാം ജനിച്ചവരാണ്. അപ്പം നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് പ്രാധാന്യം നൽകി എൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കണമെന്ന് വിചാരിച്ച് നമ്മൾ ചെറുപ്പത്തിൽ ജീവിച്ചുകൊണ്ടാണ് ഈ ഇതുവരെ എത്തിയത്. എന്നാൽ സമയമായിട്ടും കൊടയക്കാരൻ്റെ നമ്മളെ കിട്ടിയില്ലെങ്കിൽ നമ്മൾ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ടാണ് എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവർ സ്വന്തം കുരിശെടുത്ത് സ്വന്തം ഇഷ്ടങ്ങൾ ബലികഴിച്ച് വരണമെന്ന് പറഞ്ഞിരിക്കുന്നത്.
നമ്മൾ യേശുക്രിസ്തുവിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണെന്നുള്ള ബോധ്യം വരുമ്പോഴേ അവന്റെ ഇഷ്ടമാണ് ഞാൻ ചെയ്യേണ്ടത്, എന്റെ ഇഷ്ടം അവനല്ല ചെയ്യേണ്ടത് എന്നുള്ള തിരിച്ചറിവ് വരികയുള്ളൂ. ഈ ബോധം നമുക്ക് വന്നിട്ടുണ്ടോ? ബാലമനസ്സിലെ ബോഷത്വം എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. സദൃശ്യവാക്യം എത്രയില്ല? സദൃശ്യവാക്യം 22 അധ്യായത്തില് അതെല്ലാ ബാലികാബാലന്മാർക്കും ഉണ്ട് ഒരു ബോഷത്വം. അവർ കുസൃതിക്കാരായിരിക്കും, തന്നിഷ്ടക്കാരായിരിക്കും, ഒത്തിരി നാശനഷ്ടങ്ങൾ വരുത്തുന്നവരായിരിക്കും. ബാലമനസ്സിലെ ബോഷത്വം. നമ്മുടെ ബാല്യത്തിലെ ഭോഷത്വവും കുസൃതിയും കൊണ്ട് എന്തുമാത്രം നാശനഷ്ടങ്ങൾ ഉണ്ടായിക്കാണോ? നമുക്കൊരു ബോധമുണ്ടോ? നമ്മൾ കുറേ പ്രായമായി കഴിയുമ്പോൾ അപ്പനും അമ്മയും ആ കഥ നമ്മളോട് പറയും. നമ്മൾ വിശുദ്ധി കാണിച്ച് എന്തെല്ലാം നാശനഷ്ടങ്ങൾ വരുത്തി. TV-യുടെ റിമോട്ട് കൺട്രോൾ വലിച്ചെറിഞ്ഞ് അത് പൊട്ടിച്ച് കാണും, ഫ്രിഡ്ജ് തള്ളി മറിച്ചിട്ട് കാണും, തുറന്ന് വെച്ചേച്ച് പോയി കാണും. ഒത്തിരി കാര്യങ്ങൾ നമ്മളെ വിശുദ്ധി കൊണ്ട് ജീവിതത്തിൽ ഒത്തിരി നാശം. പക്ഷേ നമ്മളുള്ള കരുണ കൊണ്ടും സ്നേഹം കൊണ്ടും അറിവില്ലാതെ കൊച്ചല്ലേ വളരുമ്പോൾ മാറിക്കൊള്ളും വിചാരിച്ച് ക്ഷമിച്ചതുകൊണ്ടാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. നമ്മൾ കാണിച്ചതനുസരിച്ച് ഒരൊറ്റ തൊഴിൽ നമുക്കിട്ട് തരാനോ ജീവിച്ചിരിക്കുമോ? ഇല്ല, ചത്തുപോയ. അപ്പോൾ നമ്മൾ എന്തുമാത്രം കുശുദ്ധി കാണിച്ചവരാണ്, എന്തുമാത്രം സ്വാർത്ഥ ജീവിതം നടത്തി ആരെയെല്ലാം വിഷമിപ്പിച്ചവരാണ്. വളരുമ്പോൾ മാർക്കോളും വിചാരിച്ച് സഹിച്ചു. പക്ഷെ ഇത്രയും നാളായിട്ടും ഈ ബാലമനസ്സിലെ പോഷത്തിനും 90 വയസ്സായാലും മാറാത്തവരുണ്ടെന്നുള്ളത് നമ്മൾ സ്വയപരിശോധനയെ സഹായിക്കാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് 21 വയസ്സായി 25 വയസ്സ് അല്ലെങ്കിൽ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഇത് മാറിയില്ലെങ്കിൽ കല്യാണവും പോകാം. ഞാൻ എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ആൾ കല്യാണം കഴിച്ചാൽ ഞാൻ എൻ്റേതെന്ന് പറഞ്ഞ് എല്ലാവരും ഇരിക്കുക. അമ്മായിയും പറയുക മകൻ എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. ഏതാ എല്ലാവരും എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കണം, എൻ്റെ കയ്യിൽ റേഷൻ വാങ്ങിച്ചാൽ മതി എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് കുടുംബമൊക്കെ തകരുന്നത്. അപ്പോൾ അത് എല്ലാവരും വിചാരിക്കണം എല്ലാവരും ദൈവത്തിൻ്റെ വകയാണ്, ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം കാര്യങ്ങൾ നടക്കുമെന്ന് പറഞ്ഞാൽ ദൈവത്തിനും ദൈവ ഇഷ്ടത്തിനും ദൈവത്തേക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുന്ന ഒരു ചേഞ്ച് ഓവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുൻഗണനാക്രമത്തിനൊരു മാറ്റിയെഴുത്തൽ നടക്കുന്നൊരു സുധനമുണ്ട്. മാനസാന്തരം എന്ന് പറയുന്നതാണ്. ഞാൻ എനിക്ക് വേണ്ടി ഇത്രനാളും ജീവിച്ചു, മതി, അതിൻ്റെ കാലം കഴിഞ്ഞു, ഞാൻ എൻ്റേതല്ല, ഞാൻ യേശുവിൻ്റെ വകയാണ്. അത് കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരും. ആ വെളിപ്പാട് നമ്മൾ ഏറ്റെടുക്കുന്ന അന്ന് മുതലേ നമ്മുടെ സ്വയത്തേക്ക് എന്തിനൊക്കെ ജീവിതത്തിന് ചൊല്ലിടും. സ്റ്റോപ്പ്, ഞാൻ ഇത്രയും നാളും ജീവിച്ചു, മതി, ഇനി യേശുവിനിൽ ജീവിക്കട്ടെ. അപ്പോസ്തലനായ പൗലോസ് ശൗലായിരിക്കുന്ന കാലത്ത് ഈ ബാലമനസ്സിലെ പോഷത്വം മാറാതെ ഒത്തിരി പേരെ തല്ലിക്കൊന്നതാണ്. ഒത്തിരി പേരെ ഭക്തിപ്രകടനത്തിൻ്റെ ഇടയിൽ മുറിവേൽപ്പിച്ച ആളാണ്, തകർത്ത ആൾ. ഒത്തിരി കുതിരപ്പുറത്ത് ചാടി ഓടി നടന്ന ഒത്തിരി കാര്യങ്ങൾ ചെയ്ത ആളാണ്. പക്ഷെ നീ എന്നെ ഉപദ്രവിക്കുന്ന എന്താണെന്ന് ചോദിച്ച് കർത്താവ് നട്ടുച്ചയ്ക്ക് അവൻ നേരെ ചെന്ന് അവനെ കുതിരപ്പുറത്തിൽ നിന്ന് തള്ളി താഴെ ഇടേണ്ടി വന്നു. അപ്പോഴാണ് അവന് ഉണരുന്നത്. അയ്യോ, ഞാനെന്തൊരു പോഷത്വമായി കാണിച്ചു, ഞാൻ ആരെയോ ഉപദ്രവിച്ചു. ആരാണത്? ഞാൻ തെറ്റിദ്ധരിച്ച ക്രിസ്തു ചത്തുപോയ ഒരാളല്ല, ഉയർത്തെഴുന്നേറ്റ ആളാണ്, ജീവനുള്ള ആളാണ്. അവൻ സാധാരണക്കാരനല്ല, അവന് വേണ്ടി ഞാൻ സൃഷ്ടിക്കപ്പെട്ടതാണ്. ഞാനിതറിയാതെയാണല്ലോ ഇത്രയും നാളും ഈ ക്രിസ്ത്യാനികളെയും ക്രിസ്തുവിനെയും ഉപദ്രവിച്ചുകൊണ്ട് നടന്നു വിചാരിച്ചാൽ അവൻ കരയുകയാണ്. 3 ദിവസം പൊട്ടിയ കണ്ണുമായി പൂർണ്ണ ഉപവാസം, വെള്ളം പോലും കുടിക്കാത്തൊരു ഉപവാസം. ആ ഉപവാസത്തിനിടയിൽ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നതെന്ന് ചോദിച്ച ക്രിസ്തു അവൻ ക്ലാസ് എടുക്കുകയായിരുന്നു. ഞാൻ നിനക്ക് വേണ്ടി എന്തെല്ലാം ചെയ്ത് നിനക്കറിയാവോ? ഞാൻ നിന്നെ സൃഷ്ടിച്ചു, രക്ഷിച്ചു, പരിപാലിച്ചു, നിന്നെ മിടുക്കനാക്കി ഗമാലിയേലിൻ്റെ പഠിക്കൽ, ആ ഗമാലിയേലിൻ്റെ കൂടെ പഠിക്കാൻ അവസരം തന്നു, ബുദ്ധി തന്നു, ഭക്തി തന്നു. ഇതെല്ലാം എനിക്ക് വേണ്ടിയായിരുന്നു, അല്ല നിന്റെ ഇഷ്ടം നടത്താനല്ല. നീ എനിക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ആളാണ്, അതുകൊണ്ട് ഞാൻ നിന്നെ തള്ളി താഴെ ഇട്ടത്. അത് ബോധ്യമാകാൻ വേണ്ടി സമ്മതിച്ചിരിക്കുന്നു, എല്ലാം ചൊല്ലിട്ടിരിക്കുന്നു. കണ്ണു പൊട്ടിയതിന് നന്ദി. ഇനി നീ കാണാൻ ഉദ്ദേശിക്കുന്ന കാര്യം കാണാൻ കൊള്ളാവുന്നൊരു കണ്ണെനിക്ക് മതിയെന്ന് പറഞ്ഞു. നമ്മുടെ കണ്ണ് പൊട്ടാത്ത കുഴപ്പം, നമ്മുടെ കണ്ണരുതാത്ത ഇപ്പോഴും കണ്ണ് തപ്പിക്കൊണ്ട് നടക്കുക. അതുകൊണ്ട് കർത്താവ് കണ്ണ് പൊട്ടിക്കുന്നതിന് മുമ്പ് കണ്ണ് അടച്ചേക്കുക നല്ലത്. അതിനെ ആരാധിക്കുന്നു, ധ്യാനിക്കുന്നു. എനിക്കിനി ഒന്നും കാണണ്ട, എനിക്കിനി ഒന്നും കേൾക്കണ്ട. എൻ്റെ കർത്താവിന് എന്തെങ്കിലും കേൾക്കേണ്ടപ്പോൾ മാത്രം എനിക്ക് എൻ്റെ ചെവി തുറന്നാൽ മതി. എൻ്റെ കർത്താവ് എന്തെങ്കിലും കാണിക്കുമ്പോൾ കണ്ടാൽ മതി. അല്ലാത്ത അനീതിയാണ്, അന്യായമാണ്. ആ ബോധം നമുക്ക്, അതാണ് പാപബോധം എന്ന് പറയുന്നത്. അത് നമുക്ക് ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ പൗലോസിനെ 3 ദിവസം അന്ധനാക്കി കഠിന ഉപവാസം നടത്തി ആഹാരപാനീയങ്ങളെല്ലാം മാറ്റി ശരിക്ക് തൻ്റെ സ്വയവും ജഡവും മുഴുവൻ ഉരുകി തകർന്ന് തരിപ്പണമായി. പുതിയ ജീവൻ കൊടുക്കുക. യേശു അങ്ങോട്ട് ജനിക്കുകയാണ്. ഒരമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുന്നത് പോലെ
ശൗലിൻ്റെ ഉള്ളിൽ യേശു കുഞ്ഞ് ജനിക്കാൻ തുടങ്ങി. ആ 3 ദിവസത്തെ കഠിന ഉപവാസത്തിനിടയിൽ ജീവന്റെ അപ്പമായ യേശു തൻ്റെ ജീവൻ അങ്ങോട്ട് കൊടുക്കാൻ തുടങ്ങി. ജീവന്റെ ഉറവിടമായ യേശുവിൻ്റെ ജീവജലവും ശക്തിയും ജീവനും എല്ലാം ഇവനിലേക്ക് കൊണ്ട് ഒഴുകാൻ തുടങ്ങി. അവൻ ആ ഏകാന്തതയിൽ, ആ പ്രാർത്ഥന മുറിയിൽ, ആ ഉപവാസത്തിനിടയിൽ ജീവന്റെ അപ്പമായ യേശുവിനെ ജീവനായി ഉൾക്കൊണ്ട് അങ്ങനെ വളരുകയായിരുന്നു. ആ വളർച്ച പൂർത്തീകരിക്കാൻ അറേബ്യയിൽ പോയി തപസ്യ ചെയ്തു. എത്ര നാളെന്ന് അവിടെ വർഷം എഴുതിയിട്ടില്ല, വർഷങ്ങൾ എഴുതിയിരുന്ന കാണും. എവിടെ ആ വാക്യം നമുക്കറിയാവും. അപ്പം നമ്മുടെ ഉള്ളിൽ യേശു ജനിക്കുന്ന ഒരു സംഭവമുണ്ട്, ഒരു ദിവസമുണ്ട്. നമ്മൾക്ക് നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ജനിച്ച ഒരു നിമിഷമുണ്ട്, ഒരു ദിവസമുണ്ട്. നമുക്കറിഞ്ഞുകൂടാ, അത് അമ്മയെ അറിഞ്ഞില്ല, അപ്പനും അറിഞ്ഞില്ല, ദൈവം മാത്രം അറിഞ്ഞൊരു ദിവസം. വളരെ വൈകിയാണ് ഇവരൊക്കെ ഇത് മനസ്സിലാകുന്നത്. അങ്ങനെ രഹസ്യമായ ഒരു ജനനം, രഹസ്യമായ യേശുവിൻ്റെ ജനനം, അത് വചനം കേൾക്കുന്നതിനിടയിൽ, ധ്യാനത്തിനിടയിൽ, നിത്യസംഭവങ്ങൾക്കിടയിൽ നടക്കണം. നടന്നു കഴിഞ്ഞാൽ ആരും അറിയാതെ രഹസ്യമായ യേശു നമ്മൾ ജീവിക്കുന്ന ചില നിമിഷങ്ങളോ മാസങ്ങളോ വർഷങ്ങളോ വരെ ഉണ്ടാകാം. അതും ഒരാവശ്യമാണ്. നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നമ്മൾ ജനിച്ച കാര്യം ആ അമ്മ പോലും അറിയാതെ കുറേ നാളുകൾ രഹസ്യമായി നമ്മൾ ആ അമ്മയുടെ ശക്തി മുഴുവൻ വലിച്ചെടുത്ത് വളർന്ന് കഴിഞ്ഞിട്ടാണ് ചെക്കപ്പ് ചെയ്തപ്പോഴാണ് ആ പോസിറ്റീവാണ്. ഏതാ ഡോക്ടറാണ് പറഞ്ഞത്, ഉണ്ടല്ലോ, കുഞ്ഞുണ്ടല്ലോ അത്. അത് കഴിഞ്ഞാൽ അത് അപ്പനറിഞ്ഞു, പിന്നെ മക്കളെ ഓരോരുത്തർ അറിഞ്ഞറിഞ്ഞ് പോവുക. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ശൗലിനെ ദൈവം വ്യക്തിപരമായി കണ്ടെത്തി യേശു ഉള്ളിൽ ജനിച്ചതുപോലെ ഒടേക്കാരനായ കർത്താവായി ഉടയവനായ യേശു നമ്മുടെ കേന്ദ്രസ്ഥാനത്ത്, ഹൃദയത്തിൻ്റെ കേന്ദ്രസ്ഥാനത്ത് ജീവിച്ച് വളരാനൊരു സ്ഥലം കിടപ്പുണ്ട്. ആ സ്ഥലത്ത് യേശു കയറി രഹസ്യമായി വളർന്നതിന് ശേഷം വെളിപ്പാടിനാലാണ് ഓരോ കാര്യങ്ങൾ മനസ്സിലാകുന്നത്. സ്കാൻ ചെയ്ത് ഡോക്ടർമാർ കണ്ടുപിടിക്കുന്ന പോലെ കൃപകളും കൃപാവരങ്ങളും ഉള്ളവരാണ് ഇത് മനസ്സിലാക്കുന്നതിന് ഈ നമ്മുടെ അകത്ത് യേശു ഉണ്ടെന്നുള്ള കാര്യം. അപ്പോൾ യേശു ഉള്ളിൽ ജനിച്ച കാര്യം മാതാവിന് മനസ്സിലായ സമയം, എലിസബത്തിന് മനസ്സിലായ ഒരു സമയം, മാസങ്ങൾക്ക് ശേഷം ജോസഫിന് മനസ്സിലാകുന്ന, ഇതെല്ലാം വെളിപ്പാടിൽ കൂടിയാണ്. അതനുസരിച്ച് യേശു വളർന്നുകൊണ്ടേയിരിക്കുന്ന സാഹചര്യം. ഇത് നമുക്ക് ഈ 50 നോയമ്പിലെങ്കിൽ ഈ അനുഭവം നമുക്കുണ്ടാവാം. കഴിഞ്ഞ ഞായറാഴ്ചത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം തിങ്കൾ, ചൊവ്വ, ബുധൻ 3 ദിവസം കഴിഞ്ഞ് 4-ാം ദിവസം എത്തിയിരിക്കുകയാണ്. പൗലോസ്ലീഹ 3 ദിവസം ഉപവാസിച്ചതിന് ശേഷം പൗലോസിന്റെ തലയിൽ ഒരാൾ തലയെ കൈവക്കാൻ വന്നു. ആരാ? ഒന്ന് വായിച്ചു നോക്കിയാട്ടെ, എവിടെയാണ് എഴുതിയിരിക്കുന്നത്? 3 ദിവസത്തെ ഉപവാസം ബ്രേക്ക് ചെയ്യുന്നത് എപ്പോഴാണ്? വേറൊരാൾക്ക് വെളിപ്പാട് കൊടുക്കുകയാണ്. ശൗലെന്ന് പറഞ്ഞ ഒരാൾ ഇതിൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, നീ അങ്ങോട്ട് ചെന്നിട്ട് അവൻ്റെ തലയെ കൈവെക്ക്, അവനെ അഭിഷേകം ചെയ്യേ എന്നൊക്കെ പറഞ്ഞു. അതാരാന്ന് നോക്കിയേ, പറഞ്ഞാട്ടാ, അനന്യാസ്. അപ്പൊ അനന്യാസിന്റെ ബുദ്ധിയിൽ കർത്താവ് ഇത് എന്തൊരു എന്നാ വെളിപ്പാടായത്? ക്രിസ്ത്യാനികളെ കൊന്നു കുടിക്കാൻ നടക്കുന്നവനവൻ, അവന് പ്രാർത്ഥിക്കുന്നു, അവൻ്റെ തലയെ കൈ വെക്കണം, ഞാൻ വലിയ വേഗനാവും കാണുകയാണോ? നമ്മുടെ ബുദ്ധിക്കും യുക്തിക്കും അപ്പുറമായ വെളിപ്പാടുകൾ ദൈവം നമുക്ക് തരും. അത് തള്ളിക്കളയരുത്, അത് വീണ്ടും പ്രാർത്ഥിക്കണം. കാരണം ഈ ശൗലിനെ കുറിച്ചുള്ള കേൾവി എന്നാ, അവൻ ക്രിസ്ത്യാനികളെ കൊന്നുമുടിക്കുന്നവനാണ്. മാത്രമല്ല പോലീസ് അധികാരമുണ്ട്, ആരെ വേണേലും ഇടിക്കാൻ പാടില്ല. അങ്ങനെയുള്ള അവനോട് എതിർക്കാനൊക്കുകയില്ല. അങ്ങനെ പോലീസിന്റെ പ്രത്യേക റോമ പൗരനാണ്, പ്രത്യേക കമാൻഡിങ് പവറുള്ള ആളാണ്. അവൻ്റെ കൂടെ വേറെ സഹായിക്കാൻ ആളുണ്ട്. ഇങ്ങനെയുള്ള ഒരാളുടെ അടുത്ത് പോയി ഞാൻ തലക്കൈ വെച്ച് പ്രാർത്ഥിക്കണമെന്നോ? എന്തൊരു കാര്യമാണ് ഇത്? അത് എത്രാം വാക്യമാണ്? ഏത് പുസ്തകത്തിലത്? അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം 3-ാം വാക്യത്തിൽ അനന്യാസിന് സന്ദേശം കൊടുക്കുന്നത്. 17 വായിച്ചാട്ട്. അനന്യാസിന് ദർശനം ഉണ്ടായി. എന്നാ പറയുന്നത്? അനന്യാസിന് കൊടുത്ത സന്ദേശം എന്നാ? നീ വീട്ടിൽ ചെല്ലാം. എത്രാം വാക്യം? 17-ാം വാക്യത്തിൽ 9:17 നീ വീട്ടിൽ ചെല്ലണം. ഏത് വീട്ടിലെ? അങ്ങനെ അനന്യാസ് ആ വീട്ടിൽ ചെന്ന് അവന്റെ മേൽ കൈവച്ച ശേഷം അവനോട്, സഹോദര, നീ വീണ്ടും കാഴ്ച. അതിന് മുമ്പൊരു സംഭവം ഉണ്ടെന്നോ? 12-ാം വാക്യം. അതിന് മുമ്പൊരു സംഭവം. ഇവര് കർത്താവുമായിട്ട് വാദപ്രതിവാദം നടത്തിയാ പോകുന്നത്. എന്താ പറയുന്നത്? അനന്യാസ് എന്ന പേരുള്ള ഒരു പുരുഷൻ. അത് എത്രാം വാക്യത്തിലാ? 12-ാം വാക്യത്തിൽ. അനന്യാസ് എന്ന പുരുഷന് ഒരു ദർശനം. അകത്ത് വന്ന്
താൻ കാഴ്ച പ്രാപിക്കേണ്ടതിന് തന്റെ മേൽ കൈവയ്ക്കുന്നത് അവൻ കണ്ടിരിക്കും. അങ്ങനെ ശൗലിനൊരു ദർശനം ഞാൻ കൊടുത്തിട്ടുണ്ട്, നീ അവനത് കണ്ടോണ്ടിരിക്കുക, ഞാൻ നിന്നോട് പറയുന്ന അവൻ്റെ തലയിൽ പോയി കൈവക്കാൻ നോക്കട്ടെ. അപ്പൊ നമ്മൾ പ്രാർത്ഥിച്ചാൽ ആ കാര്യം ആത്മലോകം മുഴുവൻ അറിയാം. അപ്പൊ സങ്കേതത്തിൽ നോമ്പിന് 4-ാം ദിവസം ഇത്രയും പേര് വന്നിരിപ്പുണ്ടെന്നത് റിപ്പോർട്ട് പോയി കഴിഞ്ഞു, ലോകം മുഴുവൻ അറിഞ്ഞു. ആത്മലോകം മുഴുവൻ ന്യൂസ് പോയിട്ടുണ്ട്, ഒരാളത് ഇവിടെ ഇരിക്കുന്നു, ഒരാൾ അവിടെ ഇരിക്കുന്നു, അവരുടെ മനസ്സിലെ വിചാരവിധ, അവരുടെ ആവശ്യവിന്നത, ഇതെല്ലാം പോയി കഴിഞ്ഞു. അതുകൊണ്ട് പ്രാർത്ഥനയുടെ ഗുണം, ഒരാൾ പ്രാർത്ഥിക്കാനിരുന്നാൽ കണ്ണടച്ചാൽ മുട്ടുകുത്തിയാൽ ആ വിവരം എവിടെ അറിയും? സ്വർഗം മുഴുവനും അറിയും, ആത്മലോകം മുഴുവൻ അറിയും, പിശാചും അറിയും. ഈ ലോകം ഭരിക്കുന്ന പിശാചും അത്രയ്ക്ക് ഭയങ്കരമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. നമ്മൾ ഒരാളോട് ദൈവത്തോട് സംസർഗം പുലർത്താൻ, ദൈവത്തെ ആരാധിക്കാൻ ഒരാൾ മുട്ടുകുത്തിയാൽ എല്ലാ ലോകങ്ങളെയും കിടുകിട ഉറപ്പിക്കുന്ന ഒരു എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്ന് ആർക്കും അറിഞ്ഞുകൊണ്ട് അത്രയ്ക്ക് പവർഫുള്ളാണ് ഈ പ്രാർത്ഥന എന്ന് പറയുന്നത്. നമ്മുടെ വിചാരം പുസ്തകത്തിൽ ചൊല്ലിക്കൂട്ടുന്ന പ്രാർത്ഥന എന്നാണ്. അതുകൊണ്ട് പറഞ്ഞിട്ട് ഇത് മടുപ്പൻ പരിപാടിയാണ്. പുസ്തകത്തിൽ ചൊല്ലിക്കൂട്ടുക, കൊമ്പിടുക, പ്രാർത്ഥിച്ചേ പോവുക. യഥാർത്ഥത്തിൽ പ്രാർത്ഥനയുടെ 1% മാത്രമേ ഈ പുസ്തകത്തിലേതുള്ളൂ, ബാക്കി 99% വേറെയാണ്. ദ മീനിങ് ഓഫ് പ്രയർ എന്ന പുസ്തകത്തിൽ ഫോസ്റ്റിക്ക് പറഞ്ഞിരിക്കുന്നത് മനുഷ്യന് ഒട്ടും മനസ്സിലായിട്ടില്ലാത്തൊരു കാര്യമാണ് പ്രാർത്ഥന. എന്നാൽ നമ്മൾ മനസ്സിലാകാത്ത ഒത്തിരി തലങ്ങളിൽ പ്രാർത്ഥനയ്ക്കകത്ത് ഉണ്ട്. അതുകൊണ്ടാണ് എന്നും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന് ശിഷ്യന്മാർ പഠിപ്പിക്കുന്നു. അവർ ശിഷ്യന്മാരെന്നും കണ്ടുകൊണ്ടുന്ന കർത്താവ് വലിയ അത്ഭുത പ്രവർത്തനത്തിൻ്റെ ഇടയിൽ 8 ചൊരൊറ്റ പോകാം പ്രാർത്ഥനയ്ക്ക്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച് കർത്താവിനെ രാജാവാക്കണമെന്ന് പറയുമ്പോഴാണ് എല്ലാം തള്ളിയിട്ടേ ഒറ്റ പോക്ക്. അപ്പൊ എത്ര വിലയേറിയതാണ്, എത്ര മഹത്താണ് പ്രാർത്ഥന. നമ്മളാണെങ്കിൽ എന്നാ രാജാവായിട്ട് പോയേക്കാന്ന് വിചാരിക്കില്ലേ? നമ്മളെ രാജാവാക്കാൻ വന്നാൽ എന്തൊരു കാര്യമായത്. എന്നാൽ രാജാവായേക്കാന്ന് വിചാരിച്ചില്ലേ? 5000 പേരെ രാജാവാക്കാൻ വന്നപ്പോൾ ആ സ്ഥാനാരോഹണ ചുരുടെയെല്ലാം കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ കർത്താവ് ആ കിട്ടിയത് വാങ്ങിച്ചോ? ആരെന്ത് തന്നാലും എന്ത് കിട്ടിയാലും ആരുടെയും കൊണ്ട് കൊടുക്കണം. അതാണ് നീതി. സ്വർഗത്തെ അപ്പച്ചൻ്റെ കൊണ്ട് പോകും. അപ്പച്ച അതേണ്ട നീ കൽപ്പിച്ചനുസരിച്ചാണ് ഞാനിവിടെ വന്ന് പ്രസംഗിച്ചത്. നിന്റെ കൽപ്പന പ്രകാരമാണ് ഞാൻ ഈ അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിച്ചത്. അവർക്ക് ഭയങ്കര തൃപ്തിയായി. 5 അപ്പം കൊണ്ട് 5000 പേർക്ക് തൃപ്തിയായി. അവരെന്നെ രാജാവാക്കാൻ പോകുന്നു. ഇവരെ ആരോട് പറയാൻ പോയി? അതാണ് പ്രാർത്ഥന. അതുകൊണ്ട് TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ TV ഓഫ് ചെയ്തേച്ച് പ്രാർത്ഥിക്കാൻ പോകണം. നല്ല സീരിയൽ കണ്ടുകൊണ്ടിരിക്കുമ്പോഴായിരിക്കാം ആകാംക്ഷയോടെ വലിയ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു രംഗം വരുന്ന പ്രാർത്ഥനയുടെ സമയമായി ഇട്ടേച്ചൊരൊറ്റ പോകാം. കർത്താവ് ഞാൻ ഇന്നത് സീരിയൽ കണ്ടു, അതും പറയണം. ഞാൻ അതിൽ നിന്നെല്ലാം പഠിക്കാനുണ്ട്, എനിക്ക് അതിൽ ഞാൻ എന്താ പഠിക്കേണ്ടത് അത് പറഞ്ഞിട്ടുണ്ടോ? അന്നേരം വേറെ ആളൊരു ഫോൺ വിളിച്ചു, കർത്താവിനെ ഇങ്ങനെ ആൾ ഫോൺ വിളിക്കുന്നു, അതിൻ്റെ അർത്ഥമല്ല. ഇതെല്ലാം കർത്താവിനോട് കൺസൾട്ട് ചെയ്യണമെന്ന്. അപ്പോൾ നമ്മുടെ ചരിത്രം മാറി ഇരിക്കും. നമ്മളിപ്പോൾ ദൈവം ഉദ്ദേശിച്ചിടത്തൊന്നും എത്തിയിട്ടില്ല. 43 കൊല്ലം മുമ്പ് ഒരാൾക്ക് വണ്ടി കിട്ടാതെ വന്നപ്പോഴേ ആ ബസ് സ്റ്റാൻഡിന്റെ മുകളിലിട്ട് മാറുന്ന പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അന്നേരം എത്ര പേർക്ക് വണ്ടി കിട്ടാതെ പോകും? വണ്ടി കിട്ടാത്തപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കാറുണ്ടോ? അടുത്ത വണ്ടിക്ക് കയറും. ഇങ്ങനൊരു പയ്യൻ ഈ വണ്ടി കിട്ടാത്തത് എന്താ എന്നറിയാൻ വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴാണ് മൈലപ്രായം പാച്ചൻ എന്ന് അന്നേരം ശബ്ദം അവിടെ ഇട്ടൊന്ന് പോകും. അതിനുവേണ്ടി കർത്താവ് വഴി മുടക്കിയിരിക്കുക എന്ന് പറഞ്ഞു. നോക്കണേ, ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ എത്ര നിസ്സാര കാര്യമാണ് വണ്ടി നോക്കി നിൽക്കുക, വണ്ടി കിട്ടാതെ വരിക, വണ്ടി കിട്ടാൻ താമസിക്കുക. അത് പ്രാർത്ഥനാ വിഷയമാക്കിയത് കൊണ്ടാണ് ഇപ്പോൾ ഈ 43 കൊല്ലം കഴിഞ്ഞ് ഒരുത്തൻ ഇപ്പോൾ ഇവിടെ ഈ വേഷത്തിൽ ഇവിടെ നിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എല്ലാ കാര്യവും പ്രാർത്ഥിക്കാമെങ്കിൽ എന്തൊക്കെ ആകാമായിരുന്നു, എവിടെയൊക്കെ ചെല്ലാമായിരുന്നു, എന്തൊക്കെ സാധിക്കാമായിരുന്നു. ഒറ്റ കൊച്ചു കാര്യമാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ നമ്മൾ ഈ ചിന്തിച്ചു വന്നതിൻ്റെ കാര്യം, ഈ ശൗലിനെ കുറിച്ച് കർത്താവിൻ്റെ കാര്യം പറഞ്ഞ ശേഷം കർത്താവ് ആ സംഭവത്തെ മുഴുവൻ പിതാവിന് റിപ്പോർട്ട് ചെയ്ത് ഇതൊരു പരീക്ഷയാണ്, ഇപ്പോഴല്ല നീ രാജാവാകേണ്ടത്, നീ ദൈവരാജ്യം വരണമേ എന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ട് പിശാചിൻ്റെ രാജ്യം തീർന്നിട്ടേ ദൈവരാജ്യം വരുത്താനൊക്കെ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ ശിഷ്യന്മാരെ മുക്കിക്കൊല്ലാനാണ് വെള്ളത്തിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ജാമ്യം നീക്കണമെന്ന് പറഞ്ഞ് ദൈവ നിയോഗപ്രകാരം ഹെലികോപ്റ്ററെ പറഞ്ഞു ചെല്ലുന്ന പോലെ ഈ വെള്ളം കുടിച്ചാകാൻ തുടങ്ങുന്നവരുടെ അടുത്ത് ചെന്ന് അവരെ രക്ഷിച്ച് അതുകൊണ്ടാണ് കർത്താവിൻ്റെ 3.5 കൊല്ലം കഴിഞ്ഞപ്പോൾ നിവൃത്തിയായെന്ന് പറഞ്ഞ് പോകാനൊത്തത്. കർത്താവ് നിവൃത്തിയായെന്ന് പറഞ്ഞ് പോകാനൊക്കെ നമ്മുടെ കാര്യമില്ല, നിവൃത്തിയായി. ആ ഒരു ബോധം നോക്കാം. ഇന്ന് ദൈവം എനിക്ക് തട്ടിരിക്കുന്ന കുറിപ്പ് എന്താ, ഇങ്ങനെ ഒരു ദിവസം എനിക്ക് തന്നിരിക്കുന്നത് എന്താണ്, എന്തിനാണെന്ന് എന്താ എന്നെക്കുറിച്ചുള്ള കുറിപ്പ്. നേരെ മറിച്ച് എനിക്ക് എന്തെല്ലാം എൻ്റെ ആഗ്രഹം എങ്ങനെ സാധിക്കാം, സങ്കേതത്തിൽ പോയാൽ എൻ്റെ ഇന്ന കാര്യം എങ്ങനെ സാധിക്കാം, റംബാജിനെ പിടിച്ച് എങ്ങനെ ആ കാര്യം സാധിക്കാം, വരുന്നവരെ കൊണ്ട് എങ്ങനെ സാധിക്കും, ഇതൊക്കെയല്ലേ നമ്മുടെ ഉള്ളിലിരിപ്പ്. അതോ സങ്കേതവനത്തിൽ പോയാൽ കർത്താവെ നിന്റെ കാര്യം വല്ലതും നടക്കാൻ ഞാൻ എന്താ ചെയ്യണം, ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ?
അപ്പൊ നമ്മൾ മണലിന്മേലാണോ അതോ കല്ലിന്മേലാണോ വീട്? കല്ല് ആരാ? ദൈവ ഇഷ്ടമാണ്, ദൈവമാണ്. യേശുവാകുന്ന പാറ, യേശുവാകുന്ന പാറയിൽ വേണം നമ്മുടെ പണി. അത് മാത്രമേ നിങ്ങൾക്ക്. യേശു അല്ലാത്ത പാറ എല്ലാം പോകാം. അതുകൊണ്ട് യേശുവിനെ കൂടാതെയുള്ള നമ്മുടെ ആഗ്രഹങ്ങൾ, ചിന്തകൾ, വരവുകൾ, പോക്കുകൾ, ആഗ്രഹങ്ങൾ, മോഹങ്ങൾ, പറച്ചിലുകളെല്ലാം പാഴാണ്. അതിപ്പോൾ അറിയില്ല. ഇപ്പം നല്ല കുറച്ചാണെന്നാ തോന്നല്. വെള്ളപ്പൊക്കം വരുമ്പോഴേ വിവരം മനസ്സിലാവുള്ളൂ. നമ്മൾ ഇതുവരെയും കണ്ടില്ലാതെ വെള്ളപ്പൊക്കം വരാൻ പോകുന്നു. നമ്മുടെ പണി പാഴ്പണിയാണോ നല്ല പണിയാണോ എന്ന് ശരിക്കും പരിശോധിക്കണമെന്ന് പൗലോസ്ലീഹ ഈ കാര്യം വളരെ ആഴമായി കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നുണ്ട്. നിങ്ങൾ എങ്ങനെ പണിയുന്നു, നിങ്ങൾ എന്ത് ചെയ്യുന്നു നല്ലോണം നോക്കണം. ഞാനൊത്തിരി പാഴ്പണി ചെയ്താന്ന് പുള്ളി പറഞ്ഞു. വളരെ വൈകി എനിക്ക് വിവരം മനസ്സിലായി. അപ്പോൾ കർത്താവിൻ്റെ കാര്യം, പൗലോസിന്റെ കാര്യം നമ്മൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ കാര്യത്തിലേക്ക് പോയത്. ഈ അനന്യാസ് എന്ന് പറഞ്ഞ ആളുടെ പ്രതികരണങ്ങൾ നോക്കിയ 12-ാം വാക്യത്തിൽ. 12-ാം വാക്യത്തിൽ എന്നാ പറയുന്നത്? അനന്യാസ് പറഞ്ഞു, അകത്ത് വന്ന് താൻ കാഴ്ച പ്രാപിക്കേണ്ടതിന് തന്റെ മേൽ കൈവയ്ക്കുന്നത് അവൻ കണ്ടിരിക്കും എന്ന് കൽപ്പിച്ചു. അതിന് അനന്യാസ്, കർത്താവേ, ആ മനുഷ്യൻ യെരുശലേമിൽ നിന്റെ വിശുദ്ധന്മാർക്ക് വളരെയധികം ദോഷം ചെയ്തു. അത് എത്രാം വാക്യം? 13-ാം. അപ്പോ അപ്പോസ്തല പ്രവൃത്തി 9:13 അനന്യാസിന്റെ പ്രതികരണമാണ്. അനന്യാസിന് ഈ ശൗൽ എന്ന് പറഞ്ഞ ആളിനെ അറിയാം. ആ ആളിന്റെ തലയിൽ കൈവെക്കാൻ പറയും. അപ്പോൾ ആ ആളിനെ കൈവെക്കണമെന്ന് പറയുമ്പോൾ തനിക്കുണ്ടാകുന്ന ബുദ്ധിയിലും യുക്തിയിലുള്ള ചിന്ത അതും ദൈവത്തോട് നേരെ മറിച്ച് ദൈവത്തോട് അത് പറയാതെ ഇതൊരു വേദനാവാം എന്ന് പറഞ്ഞ് പുള്ളി പ്രാർത്ഥന നടത്തി പോയിരുന്ന എങ്ങനെ ഇത്? ശൗലിന്റെ ചരിത്രം എന്താകുമായിരുന്നു? പോയില്ലേ? അപ്പൊ നമ്മൾ പ്രാർത്ഥന നിർത്താൻ പാടില്ല. ഇടപെടാതെ പ്രാർത്ഥിക്കണം, മടുക്കാതെ. കാരണം പ്രാർത്ഥനയിൽ നമുക്ക് കിട്ടുന്ന അനുഭവങ്ങൾ മടുപ്പിക്കുന്നതാകാം, നമ്മുടെ ബുദ്ധിക്കും യുക്തിക്കും ചേരാത്തതാകാം. കന്യാമറിയാൻ പറയുകയാണ്, ഞാൻ എന്റെ കല്യാണം ഉറച്ചതേ ഉള്ളൂ, ഇപ്പൊ ഗർഭിണിയാകുന്നു പറഞ്ഞു. എങ്ങനെ ഇത് ചുമ്മാ വേദനാവുക? ആദ്യത്തെ വല്യമ്മച്ചിക്ക് ഉണ്ടായ പോലെ ഏതാണ്ടൊരു അല്ലാത്ത ഇട്ടേച്ച് പോയിരുന്നെങ്കിൽ എങ്ങനെ ഇരുന്നേ? അപ്പൊ അതിനെ പിന്നെ അന്നേ മാതാവിന് വേണം ഇട്ടേച്ച് പോകാനുള്ള ഒത്തിരി. മാലാഖയെ കണ്ടപ്പോൾ ഇതിനൊക്കെ സംശയിക്കാമായിരുന്നു. സംശയം തോന്നിച്ചു അതും പ്രാർത്ഥനാ വിഷയമാക്കി. ഞാൻ പുരുഷനെ ഇതുവരെ അറിഞ്ഞിട്ടില്ല, പിന്നെ എങ്ങനെ ഇത് നടക്കും? അത് നീ പുരുഷനെ അറിഞ്ഞിട്ടല്ല ഇത് നടക്കേണ്ടത്. പരിശുദ്ധാത്മാവ് നിഴലിട്ടാൽ അങ്ങനെയാണ് നടക്കട്ടെ. ഇങ്ങനെ എത്രയോ പ്രാർത്ഥനകൾ നമ്മൾ മുടക്കിയിരിക്കുന്നു, എത്രയോ പദ്ധതികൾ പൂർണ്ണമാകാതെ കിടക്കുന്നു, എത്രയോ ദൈവത്തിന്റെ പദ്ധതികൾ നമ്മൾ ഇട്ടേച്ചു പോയിരിക്കുന്നു. അതിനായി നോക്കുമ്പോൾ എല്ലാ അവധി എടുത്ത് 50 ദിവസം മാറി ഇരുന്ന് കുടിശ്ശിക ചെയ്തിട്ട് കഴിയാം. ഇന്നലെ ഒരു ഡോക്ടർ എന്നോട് പറഞ്ഞ കാര്യം, ഒരു കൊല്ലം അവധി എടുക്കാൻ പോവാം. നല്ല ജോലിയുള്ള ഡോക്ടർ പറയാ, ഒരു മെഡിക്കൽ കോളേജിൽ ജോലിയുള്ള ഒരു പ്രൊഫസർ പറയുകയാണ്, എനിക്ക് കാര്യം മനസ്സിലായി, ദൈവം എന്നിൽ നിന്ന് പ്രതീക്ഷിച്ച എല്ലാ ജോലിയും ഞാൻ ചെയ്തിട്ടില്ല. ഒരു ഭർത്താവ് എന്ന നിലയിലോ ഡോക്ടർ എന്ന നിലയിൽ, ഒരു സഭാംഗം എന്ന നിലയിൽ, ഇന്ത്യയിലെ ഞാൻ ഒത്തിരി കുടിശ്ശികകൾ കിടക്കുന്നു. അവിടെ ഞാൻ അവധി എടുത്ത് ഇതെല്ലാം ഒരു വിവരാവകാശ പത്രിക സമർപ്പിക്കാൻ പോകുമെന്ന് പറഞ്ഞു. അവരെ പ്രാർത്ഥിച്ച് ആ പരിപാടിക്ക് ഏൽപ്പിച്ചാൽ ഇപ്പോൾ ഇവിടെ വന്നിരിക്കും. മനസ്സിലായോ? അപ്പം അങ്ങനെ അവരെ ആ ഓഫീസിലിരുന്നുകൊണ്ട് ഭാര്യയും ഭർത്താവും ഒരു മകളും കൂടെ തീരുമാനമെടുത്തു, ദൈവമേ നീ ഞങ്ങളെ എന്തിനെ സൃഷ്ടിച്ചു? നിന്റെ ഉദ്ദേശം സാധ്യമായോ? അതിനെന്താ ചെയ്യേണ്ടത്? ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. എന്നാൽ മനസ്സിലാകുന്നവരെ ഞാൻ ഇരിക്കാൻ പോവാം. അങ്ങനെ ഒരു തീരുമാനം ഇടാനും പോകും. അങ്ങനെ കിട്ടുന്ന വെളിപ്പാടനുസരിച്ച് ഇനിയെങ്കിലും ശേഷിക്കുന്ന സമയം കുടിശ്ശികപ്പണി തീർക്കാൻ, കുടിശ്ശികപ്പണി തീർക്കാൻ നമ്മുടെ പരിപാടി സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നു. നിന്റെ പരിപാടി അതാണ് എൻ്റെ പരിപാടി. ആ ബോധ്യം വരണം. ആ ബോധ്യം കിട്ടിയാൽ രക്ഷപ്പെട്ടു. അത് പൗലോസിന് അനന്യാസ് എങ്ങനെയാ പിന്നെ അത് ആ എങ്ങനെ പോയെന്ന് നോക്കി. അനന്യാസിന്റെ തെറ്റിദ്ധാരണയും മിഥ്യാബോധവും മാറ്റാൻ അടുത്ത ദൈവം എന്നാ പറഞ്ഞു? അടുത്ത വാക്യം എന്നാ? ഇവിടെയും നിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെ ഒക്കെയും പിടിച്ചു കെട്ടുവാൻ മഹാവിധന്മാരെന്നുള്ള അധികാരം അവനുണ്ട് എന്ന് ഉത്തരം പറഞ്ഞു. ഇതൊക്കെ ഈ ബോധ്യം അനുസരിച്ച് ആ ബാക്കി കാര്യം ചെയ്യാൻ യാതൊരു സാധ്യതയും ഇല്ലായിരുന്നു, തള്ളിക്കളയും. പക്ഷേ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ എന്ത് കിട്ടി മറുപടി? കർത്താവിനോട് നീ പോകുക, ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുൻപാകെ എന്റെ നാമം വഹിക്കുവാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഞാൻ അവനെ തിരഞ്ഞെടുത്തതാ. നീ നിന്റെ ബുദ്ധിയും കൊണ്ട് ഇരുന്നാൻ പാടില്ല. അപ്പൊ നമ്മുടെ മുൻവിധികൾ, നമ്മുടെ തെറ്റിദ്ധാരണകൾ, സംശയങ്ങൾ ഇതെല്ലാം വലിച്ചെറിഞ്ഞിട്ട് കർത്താവ് പറയുന്നതിന് 1-ാം സ്ഥാനം നമ്മളങ്ങനെ ഇതുവരെയും കൊടുത്തിട്ടില്ല. നമ്മൾ മുൻവിധിയിൽ ഇപ്പോഴും കിടക്കുക. നമ്മൾ ഈ ജംഗായതനത്തിൽ വരുന്നവരെയും പള്ളിയിലുള്ളവരെയും ഇടവയിലുള്ളവരെയും അയലത്തുകാരെയും ആ ഭർത്താവിനെയും ഭാര്യയെല്ലാം നമ്മുടെ പഴയ കണ്ണുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. അതുകൊണ്ട് അതെല്ലാം മാറ്റിയിട്ട് കർത്താവേ നീ പറയുന്നത് ഞാൻ സ്വീകരിച്ചോളാം, എൻ്റെ അതെല്ലാം തൂത്തു കളഞ്ഞേരെ. ഒരു കമ്പ്യൂട്ടറിനകത്ത് വൈറസ് കയറിയാൽ ആന്റി വൈറസ് കയറി
അത് അതിനെ ശുദ്ധീകരിക്കുന്നതിന് വരെയും മണിക്കൂറുകൾ കാത്തിരിക്കണം. റീസ്റ്റാർട്ട് എന്ന് പറയും. പിന്നെ അത് കഴിഞ്ഞ് കമ്പ്യൂട്ടർ ശരിയായിട്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഒത്തിരി വൈറസ് കാണുകയല്ലേ? കാണും. ആ വൈറസ് ആന്റിവൈറസ് കയറ്റാൻ പോവുക. എല്ലാം സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നു. നീ തരുന്നത് മാത്രം ഇതിനകത്ത് ഞാനൊരു പുതിയ കമ്പ്യൂട്ടറായിട്ട് മാറാൻ പോവുക. ഞാൻ ചെയ്തു പോലെ മുന്നിരിക്കുന്ന സൽപ്രവൃത്തികൾ എന്നെ കാണിച്ചു തരണം. എനിക്കുണ്ടായിരുന്ന എല്ലാ മുൻവിധികളും ഞാൻ യാത്ര. എനിക്ക് ആരെക്കുറിച്ച് ഒരു അഭിപ്രായവുമില്ല. എനിക്ക് പലതും തോന്നി, അതെല്ലാം പോഷത്വമാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അതനുസരിച്ച് പലതും ചെയ്തു, പ്രവർത്തിച്ചു, പോയി. ഒന്നും ഗുണപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ സമ്മതിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അനന്യാസിനെ പോലെ സ്വന്തം വിവേകത്തിൽ ഊന്നാതെ തനിക്കുണ്ടായിരുന്ന എല്ലാ മുൻവിധികളും മുൻധാരണകളും പൊളിച്ചെഴുതിയിട്ട് ദൈവം പറഞ്ഞനുസരിച്ച് എന്ത് ചെയ്തു? അടുത്ത വാക്യം എന്നാ പറയുന്നത്? 9:14. ഇതെല്ലാം നമ്മൾ പറയണം. അവന് ഇത്രയും നാൾ പരീക്ഷനായിരുന്നു, പരീക്ഷ ഭക്തനായ അനേകരെ ഉപദ്രവിച്ച ആളാണെങ്കിൽ ഞാൻ അവനെ ഒരു പുതിയ പദ്ധതി ഏൽപ്പിച്ചിരിക്കുകയാണ്. അവനെ ഗർഭം മുതലേ ഞാൻ തെരഞ്ഞെടുത്തു. അവനിതുവരെ മനസ്സിലായിട്ടില്ല. ഇപ്പൊ നീ പോയി നമ്മൾ പറഞ്ഞേക്കാൻ പറഞ്ഞു. 15-ാം വാക്യത്തിൽ എന്നാ പറയുന്നു? 16-ാം വാക്യത്തിൽ എന്ത് പറയുന്നു? അവൻ എന്റെ നാമത്തിന് വേണ്ടി. 17 അങ്ങനെ അനന്യാസ് ആ വീട്ടിൽ ചെന്ന് അവന്റെ മേൽ കൈവച്ച ശേഷം അവനോട്, ശൗരേ സഹോദര, നീ വീണ്ടും കാഴ്ച പ്രാപിക്കുന്നതിനും പരിശുദ്ധാത്മാവിൽ നിറയേണ്ടതിനുമായി നീ വന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷനായ യേശു എന്ന കർത്താവ് എന്നെ അയച്ചിരിക്കുന്നുണ്ട്. ഇതുപോലെയുള്ള സമ്മേളനങ്ങൾ ആണ് നമ്മളെ ചരിത്രം സൃഷ്ടിക്കാൻ സഹായിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തിയുടെ ബാക്കി ചരിത്രം ഇനിയും കിടപ്പുണ്ട്. അപ്പോസ്തല പ്രവൃത്തിയിൽ 9-ാം അധ്യായത്തിലൊരു ചരിത്രം തുടങ്ങുക. ആ ചരിത്രം ഇതുവരെയും തീർന്നിട്ടില്ല. അതങ്ങനെ തുടരുകയാണ്. അതുപോലെ തന്നെ ഈ അപ്പോസ്തല പ്രവൃത്തിയുടെ അവസാനത്തെ രംഗം ഈ പൗലോസ് ജയിലിൽ കിടക്കുന്ന രംഗത്തോടെ തിരിശയില് വീഴുന്നു. കാര്യം തീർന്നോ? അതിന് ബാക്കി ആര് സഭാചരിത്രത്തിലാണ്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ സ്വർഗത്തിലെ കമ്പ്യൂട്ടറിൽ കിടക്കുന്ന ചില പദ്ധതികളുണ്ട്. അത് നമ്മിൽ തുടങ്ങിയിട്ടുണ്ടോ? തുടങ്ങിയെങ്കിൽ അത് കർത്താവിന്റെ വരവരെയും തുടരേണ്ട കാര്യങ്ങളുണ്ട്. അത് നിരന്തരമായി പ്രാർത്ഥിച്ച് എല്ലാം വിവേചിച്ച് സകലവും ശോധന ചെയ്ത് നല്ലതും ഉറപ്പിച്ച് ചീത്ത തള്ളിക്കളഞ്ഞ് ഇങ്ങനെ അങ്ങോട്ട് നീങ്ങിലേ നമുക്ക് വളരാനൊക്കെ ഉള്ളൂ എന്നുള്ള കാര്യം ഓർമ്മിക്കുന്നു. അപ്പൊ ഈ വർഷത്തെ നമ്മുടെ നോമ്പാചരണമെങ്കിലും പാറയിൽ വീട് പണിയുന്ന അനുഭവമാകട്ടെ. യേശു ആകുന്ന പാറയിലല്ലാതെ ഒന്നും എനിക്ക് വേണ്ട. ഞാൻ യേശുവിലും യേശുവിനിലും ആയിരിക്കണം. യേശുവിനെ കൂടാതെ എനിക്ക് ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് ആ അനന്യാസ് തന്റെ സ്വന്തം വ്യാകുലങ്ങളും മുൻവിധികളും ദരിദ്രതയെല്ലാം മാറ്റിവെച്ച് അനുസരിച്ചു. അവിടെ ചെന്ന് ശൗലിനെ കണ്ടു പറയുക, നിന്നെ കണ്ടവൻ എന്നെയും കണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മളെ ഒരേ ദൈവം പലരെ കൊണ്ടാണ് പണി ചെയ്യിപ്പിക്കുന്നത്. ആരെ കൊണ്ടല്ല എന്തെല്ലാം പണി ചെയ്യിപ്പിക്കാറില്ല. അത് അവരെ സ്വീകരിക്കുകയും അവരെ കാണുകയും അവരുടെ അടുത്ത് പോവുകയും വേണം. ഇങ്ങനെ നമ്മൾ പ്രാർത്ഥനയുടെ ഫലമായി യാത്ര ചെയ്യാറുണ്ടോ? അങ്ങനെ ശൗൽ അനന്യാസിനെ സ്വീകരിക്കണം. അനന്യാസ് തലയെ കൈവെക്കുന്നു. കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലൊരു സാധനം അതെവിടെയായിരിക്കും? ഉടനെ അവന്റെ കണ്ണുകളിൽ നിന്ന് ചെതുമ്പൽ പോലൊരു സാധനം താഴെ വീണു. അവൻ വീണ്ടും കാഴ്ച പ്രാപിച്ചു. അങ്ങനെ നമുക്കൊരു കാഴ്ച പ്രാപിക്കാനുണ്ട്. ആ കാഴ്ച പ്രാപിച്ചതിന് ശേഷം ഒരു സ്നാനമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കഴിക്കൽ. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് അപ്പോഴാ. ഇതെല്ലാം കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കേണ്ടത്. അപ്പം ഇതിനൊക്കെ മുമ്പ് ഭക്ഷണം കഴിച്ച അത്ര ദിവസങ്ങളുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഭക്ഷണം. നമ്മുടെ ഓരോ ഭക്ഷണവും പ്രാർത്ഥിച്ചതിന് അത് പ്രാർത്ഥിച്ചിട്ടേ കഴിക്കാവൂ എന്ന് പറയാൻ കാരണം നമ്മുടെ ഓരോ ഭക്ഷണവും ഓരോ ദിനചര്യകളും പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്യണം. അപ്പോൾ അതിൽ കൂടെ ദൈവത്തിന്റെ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ദൈവത്തെ കൂടാതെ എന്തെല്ലാം ഭക്ഷിച്ചിരിക്കുന്നു, പ്രാർത്ഥിക്കാതെ എന്തെല്ലാം ചെയ്തിരിക്കുന്നു, സ്വന്തം ഇഷ്ടപ്രകാരം അതെല്ലാം മണലിന്മേൽ വീട് പണിത പണികളാണ്. അതുകൊണ്ട് ഇന്നു മുതലെങ്കിലും പാറയിൽ നമുക്ക് വീട് പണിയാം. ആ പാറ ക്രിസ്തുവാകുന്നു എന്ന് കൊരിന്ത്യർ ലേഖനത്തിൽ വചനം എവിടെയെന്നാ കണ്ടിട്ടുണ്ടോ? എന്തെഴുതിയ 1 കൊരിന്ത്യർ 10 ക്രിസ്തുവിനെ പാറയായിട്ട് പൗലോസ്ലീഹായ്ക്ക് വെളിപ്പെട്ടു. അതേത് സാഹചര്യത്തിലാണ്? ആ പാറ ക്രിസ്തുവാകുന്നു. ആ പാറയിലാണ് നമ്മൾ വീട് പണിയേണ്ടത്. യേശുവിലല്ലാത്ത പണി മുഴുവൻ പാഴാണ്. കണ്ടാൽ കേമാണെന്ന് തോന്നും, പക്ഷെ അവസാനം അത് മുഴുവൻ പൊളിഞ്ഞു പോയിരിക്കും. 1 കൊരിന്ത്യർ 10 എത്രാം വാക്യത്തിൽ ആ പാറ ക്രിസ്തുവാണെന്നുള്ളത് വായിച്ചേട്ടൻ. ആത്മീയ പാറയിൽ നിന്ന് അവർ കുടിച്ചു.
ആ പാറകൾ. അത് പഴയ നിയമകാലത്ത് ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ കൂടെ നടക്കുന്ന കാലത്ത് പാറയിൽ നിന്ന് കിട്ടിയ വെള്ളമാണ് അവരെ കുടിച്ചത്. അപ്പൊ ആ യേശു പാറയായ ക്രിസ്തുവിൽ നിന്ന് നമുക്കും ജീവജലം, ജീവന്റെ അപ്പം, വീഞ്ഞ് പേര് തരാമെന്ന് യെശയ്യാ 55 പറഞ്ഞുള്ളൂ. പിതാവിന്റെ സന്നിധിയിൽ പോയാൽ ഈ പാറയായ ക്രിസ്തുവിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിഭവങ്ങളുണ്ട്. പാറയായ ക്രിസ്തു വഴിയും സത്യവും ജീവനുമാണ്. ആ പാറയായ ക്രിസ്തു ജീവജലം തരുന്നയാളാണ്, ജീവന്റെ അപ്പം തരുന്നയാളാണ്. പരിശുദ്ധാത്മാവാകുന്ന പുതിയ വീഞ്ഞും തരും. എത്രാം വാക്യത്തിലാണ്? യെശയ്യാ 55 ആദ്യത്തെ വാക്യങ്ങൾ. ഈ പിതാവിന്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ ഈ പാറയായ ക്രിസ്തുവിനെ പിതാവ് നമുക്ക് തരും. ആ പാറയിൽ നിന്ന് അന്നന്ന് കുടിക്കാനുള്ള വെള്ളവും പാലും അപ്പവും വീഞ്ഞും തരും. ഈ നോമ്പിന്റെ അവസാനത്തിൽ നമുക്ക് കുടിശ്ശിയെ തീർത്ത് നമ്മുടെ തുലസികളും നിറഞ്ഞ പുതിയ വീഞ്ഞ് കിട്ടണം. എത്രാം തീയതിയാണ് വരാൻ പോകുന്ന ബന്ധുക്കസി എന്ന് അറിയാമോ? ജൂൺ 4. ഈസ്റ്റർ എന്നാണ് ഏപ്രിൽ 16. അപ്പൊ അടുത്ത ഏപ്രിൽ 16 നമ്മൾ നീങ്ങുന്നു. ഏപ്രിൽ 16 കഴിഞ്ഞാൽ പിന്നെയും 50 ദിവസം. അത് കഴിയുമ്പോൾ ഈ പാറയായ ക്രിസ്തുവിനെ നമുക്ക് സ്വന്തമായി കിട്ടിയാൽ അവൻ വളർന്ന് സ്വർഗാരോഹണം ചെയ്തതിന്റെ ശേഷമേ ബന്ധുക്കസി ഉള്ളൂ. ഈ 120 പേർക്ക് പാറയിൽ നിന്ന് വീഞ്ഞ് കിട്ടിയത് എപ്പോഴാണ്? പുതുവീഞ്ഞ് കിട്ടിയത് അവർ 10 ദിവസം കാത്തിരുന്ന് ബന്ധുക്കസിയുടെയാണ്. അപ്പൊ നമ്മൾ ബന്ധുക്കസിയെ ലാഘാക്കിക്കൊണ്ടാണ് ഈ നോമ്പ് തുടങ്ങിയിരിക്കുന്നത്. അങ്ങനെ 100 ദിവസത്തെ യജ്ഞത്തിൽ 3 ദിവസം കഴിഞ്ഞു, 4-ാം ദിവസത്തിൽ നമ്മൾ എത്തിയിരിക്കുന്നു. 100 ദിവസം കൊണ്ട് നമ്മൾ പഴയ തുരുത്തിയെ പുതിയ തുരുത്തിയാക്കി പുതിയ വീഞ്ഞ് നിറഞ്ഞു കവിഞ്ഞ് അനേക തലമുറകൾ കൊടുക്കുന്നവരാകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, കാത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പൗലോസ് ലിഹായിക്ക് 3 ദിവസത്തെ ഉപവാസം കഴിഞ്ഞ് 4-ാം ദിവസം ഒരാൾ നമ്മുടെ തലയെ കൈവച്ചതുപോലെ കൈവെക്കാമല്ലോ എന്ന് ഉടനെ എന്ന് പറയാം. എന്താ വേണോ? അത് നമ്മൾ പ്രാർത്ഥിച്ചാട്ടെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ പൗലൂസ് ആകുന്നതിന് മുമ്പ് ശൗലായിരിക്കുന്ന സമയത്ത് കണ്ണിൽ നിന്ന് ഒരു ചെതുമ്പൽ പോകാനുണ്ടായിരുന്നു. തലയെ കൈവച്ചു, സ്നാനമേറ്റു, ആഹാരവും കഴിച്ചു. ഇന്നത്തെ നമ്മുടെ ആ കൂടി വരവ് ആ പാറയായ ക്രിസ്തു ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ ബാക്കി കാര്യം അറേബ്യയിൽ തപസ് ചെയ്തിട്ടാണ് തനിക്ക് ഈ യേശുവിനെ, തൻ്റെ ഉള്ളിൽ ജനിക്കുന്ന യേശുവിനെ പൂർണ്ണമായി വളർത്താൻ സാധിച്ചത്. എത്രാം വാക്യത്തിലാണെന്ന് കണ്ടോ? ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിൽ അറേബ്യയിൽ തപസ് ചെയ്യാൻ പോയ കാര്യം ഒരു സൂചന, ഒറ്റ വാചകം മാത്രമേ ഉള്ളൂ. എത്രാം വാക്യത്തിലാണെന്ന് ശ്രദ്ധിച്ചത്? 1-ാം അധ്യായത്തിലാണോ നോക്കി? എത്രയാ? അപ്പൊ അതുപോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. എത്രാം വാക്യ? 17. ഗലാത്യർ 1:17 എന്ത് പറയുന്നു? മാംസരക്തങ്ങളോട് ആലോചിക്കാതെ, അപ്പോസ്തലന്മാരെ കാണാതെ നേരെ അറേബ്യയിലേക്ക് പോയി. അപ്പൊ അറേബ്യയിലേക്ക് പോയി അറേബ്യയിലെ മരുഭൂമിയിൽ ഏദൻ തോട്ടം പണിതിട്ടാണ് താൻ യൂറോപ്പിനെ മുഴുവൻ സുവിശേഷീകരിക്കാനുള്ള വിഭവങ്ങൾ കൈക്കലെടുത്തത്. അപ്പൊ ഏദൻ തോട്ടം നഷ്ടപ്പെട്ടവരാണ് നമ്മളെല്ലാവരും. ആ ഏദൻ തോട്ടം വീണ്ടും ഉണ്ടാക്കാനുള്ള മരുഭൂമി നമ്മൾ കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്നതാണ് നോമ്പ്. മനസ്സിലായോ? സ്വാഭാവികമായിട്ട്